ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ISROയുടെയും നാസയുടെയും പ്രഥമ സംയുക്ത ദൌത്യമായ NISAR ഉപഗ്രഹ വിക്ഷേപണ ദൌത്യത്തെ അഭിനന്ദിച്ച് പാർലമെന്റ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖത്തിന്റെ സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയാകും. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാൻ BJP ആത്മാർത്ഥമായി ഇടപെടുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായി ഒരുങ്ങി മത്സ്യത്തൊഴിലാളികൾ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 20ാമത് ഗഡു അടുത്ത മാസം 2-ന് വിതരണം ചെയ്യും. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിന് ഇന്ന് കെനിംഗ്ടണിൽ തുടക്കം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പശ്ചിമ ബംഗാൾ ഝാർഖണ്ഡ് സന്ദർശനം തുടരുന്നു. ഇന്ന് ഝാർഖണ്ഡിലെ ദേവ്ഘർ എയിംസിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ധൻബാദ് IITയുടെ 45ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുർമു മുഖ്യാതിഥിയാകും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും നടപടിക്രമങ്ങൾ തടസ്സപ്പെട്ടു. സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാവിലെ സഭ ആരംഭിച്ചപ്പോൾ ISROയുടെയും നാസയുടെയും പ്രഥമ സംയുക്ത ദൌത്യമായ NISAR ഉപഗ്രഹ വിക്ഷേപണത്തെ പാർലമെന്റ് അഭിനന്ദിച്ചു. ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ പുരോഗതി വ്യക്തമാക്കുന്നതാണ് ദൌത്യമെന്ന് രാജ്യസഭയിൽ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് അഭിപ്രായപ്പെട്ടു. ഭൂമിയിലെ ആവാസ വ്യവസ്ഥയെയും സമുദ്ര മേഖലകളെയും പഠിക്കുക എന്നതാണ് ദൌത്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് ISRO ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചുകൊണ്ട് ലോക്സഭാ അധ്യക്ഷൻ ഓം ബിർള പറഞ്ഞു. തിരുവനന്തപുരം മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖത്തെ സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയാകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 177 കോടി രൂപ ചെലവഴിച്ചാണ് തുറമുഖം ഗ്രീൻ ആൻഡ് ബ്ലൂ പോർട്ട് നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ അവസാന ഘട്ടത്തിലാണ്. പെയിന്റിംഗ് ഉൾപ്പെടെ പൂർത്തിയായ ബോട്ടുകളിൽ ഇന്ധനം നിറച്ച് ഐസും മത്സ്യബന്ധന ഉപകരണങ്ങളും ആഹാര സാധനങ്ങളും കയറ്റി തുടങ്ങി. മത്സ്യ സംസ്കരണശാലകളും പുതിയ സീസണിനായി സജ്ജമായി കഴിഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ മത്സ്യബന്ധന യാനങ്ങളും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് മാത്രമേ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളൂവെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിർദ്ദേശം നൽകി. നിയമാനുസൃത വലുപ്പത്തിൽ കുറഞ്ഞ മത്സ്യങ്ങൾ പിടിക്കരുതെന്നും ഇക്കാര്യങ്ങൾ ലംഘിക്കുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം കൊല്ലത്ത് പതിവിന് വിപരീതമായി ട്രോളിംഗ് അവസാനിപ്പിക്കുന്നതിന് മുൻപേ തന്നെ ബോട്ടുകൾ നീണ്ടകര പാലത്തിന് ഇപ്പുറം എത്തിക്കാൻ അധികൃതർ അനുമതി നൽകി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള പാലം പണി കാരണം പാലത്തിന്റെ സ്പാനുകൾക്കിടയിൽ ഒരു ഭാഗത്ത് മാത്രമാണ് ബോട്ടുകൾക്ക് എത്താൻ വഴിയുള്ളത്. രാത്രി 12-ന് ചങ്ങല നീക്കുമ്പോൾ അനവധി ബോട്ടുകൾ ഒരേ സമയം പാലത്തിനിപ്പുറം എത്താൻ ശ്രമിക്കുന്നതിനിടെ അപകടമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ബോട്ടുകൾ നേരത്തെ പാലത്തിനിപ്പുറം എത്തിക്കാൻ ഇത്തവണ അനുമതി നൽകിയത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാൻ BJP ആത്മാർത്ഥമായി ഇടപെടുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ജാമ്യാപേക്ഷയിൽ വീഴ്ചയുള്ളതിനാലാണ് ഹർജി തള്ളിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വിഷയത്തിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് MP ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി ജൂൺ ജൂലൈ മാസങ്ങളിലാക്കുന്നതിനെക്കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നുവെന്ന് മന്ത്രി V ശിവൻകുട്ടി. ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം പലപ്പോഴും ക്ലാസുകൾക്ക് അവധി നൽകേണ്ടി വരികയും പഠനം തടസ്സപ്പെടുകയും ചെയ്യുന്നതാണ് ഇത്തരമൊരു ആശയം മുന്നോട്ട് വയ്ക്കാൻ കാരണമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലെയും രാജ്യങ്ങളിലെയും അവധിക്കാല ക്രമീകരണങ്ങൾ എങ്ങനെ മാതൃകയാക്കാമെന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മലേഗാവ് സ്ഫോടന കേസിലെ 7 പ്രതികളെ മുംബൈ പ്രത്യേക NIA കോടതി വെറുതെ വിട്ടു. 2008 സെപ്റ്റംബറിൽ നടന്ന സ്ഫോടന കേസിലാണ് തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി പ്രതികളെ വെറുതെ വിട്ടത്. സംഭവത്തിൽ 6ഓളം പേർ മരിക്കുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. BJP മുൻ MP പ്രഗ്യ താക്കൂർ ഉൾപ്പെടെയുള്ളവർ കേസിൽ പ്രതികളായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 20ാമത് ഗഡു ഓഗസ്റ്റ് 2 വിതരണം ചെയ്യും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പദ്ധതി പ്രകാരം എല്ലാ വർഷവും 3 തുല്യ ഗഡുക്കളായി കർഷകർക്ക് 6,000 രൂപ നൽകി വരുന്നു. ഇന്ത്യയിലുടനീളമുള്ള ചെറുകിട കർഷകർക്ക് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്ന സർക്കാർ പദ്ധതിയാണ് PM കിസാൻ. ഇടുക്കിയിലെത്തുന്ന വനിതാ യാത്രികർക്ക് കോടമഞ്ഞിന്റെ കുളിരും തേയിലത്തോട്ടത്തിന്റെ ഭംഗിയും ആസ്വദിച്ച് കുറഞ്ഞ ചെലവിൽ സുരക്ഷിതമായി താമസിക്കാം. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയായ ജില്ലയിലെ ആദ്യത്തെ ഷീ ലോഡ്ജാണ് ഈ സൌകര്യമൊരുക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പള്ളിവാസൽ പഞ്ചായത്തിലെ 2ാം മൈലിൽ 1.5 കോടി രൂപ ചെലവഴിച്ചാണ് ഷീ ലോഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. 7 ബെഡ്റൂം, 16 പേർക്ക് താമസിക്കാവുന്ന ഡോർമിറ്ററി, റെസ്റ്റോറന്റ്, അടുക്കള തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. സഞ്ചാരികൾക്കായി ഇഷ്ടാനുസരണമുള്ള വിഭവങ്ങളും ഒരുക്കി നൽകും. റിസോർട്ടുകളിനേതിന് സമാനമായ ആധുനിക സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് ലോഡ്ജിന്റെ നിർമ്മാണം. ഇടുക്കി ഡാമിന്റെ വിദൂര കാഴ്ചയും മലനിരകളും മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ മനോഹാരിതയും ഒക്കെ ലോഡ്ജിൽ നിന്ന് ആവോളം ആസ്വദിക്കാം. കുളച്ചൽ യുദ്ധവിജയത്തിന്റെ 284ാമത് വാർഷികം ആഘോഷിച്ച് ഇന്ത്യൻ സൈന്യം. മദ്രാസ് റെജിമെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കന്യാകുമാരി ജില്ലയിലെ കുളച്ചൽ യുദ്ധസ്മാരകത്തിലായിരുന്നു ആഘോഷം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ മദ്രാസ് റെജിമെന്റ് കമാൻഡിംഗ് ഓഫീസർ കേണൽ അവിനാഷ് കുമാർ സിംഗ് യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ഈ അധ്യയന വർഷത്തെ +1 പ്രവേശനം ഇന്ന് അവസാനിക്കും. ഹയർ സെക്കൻഡറിയിലെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെയും ഒഴിവ് വന്ന സീറ്റുകളിലേക്ക് ഇന്ന് സ്പോട്ട് അഡ്മിഷൻ നടത്തും. ഇതിന് അപേക്ഷിച്ചവരുടെ റാങ്ക് പട്ടിക പ്രവേശന വെബ്സൈറ്റിൽ രാവിലെ പ്രസിദ്ധീകരിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്നും കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂർ പുതിയങ്ങാടി ചൂട്ടാട് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ചെറുവള്ളം അപകടത്തിൽപ്പെട്ട് അസം സ്വദേശി മരിച്ചു. പുതിയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപം താമസിക്കുന്ന റൈജുൽ ഇസ്ലാം എന്ന അലിയാണ് മരിച്ചത്. വള്ളത്തിലുണ്ടായിരുന്ന മറ്റ് 2 പേർ രക്ഷപ്പെട്ടു. കണ്ണൂർ നാറാത്ത് പഞ്ചായത്തിലെ പുല്ലൂപ്പിക്കടവ് സഞ്ചാരികളുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നു. പുല്ലൂപ്പിക്കടവിലെ 2ാം ഘട്ട ടൂറിസം പദ്ധതി KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കയാക്കിങ്ങും പെഡൽ ബോട്ടും സ്റ്റാൻഡപ്പ് പെഡലുമായി പുല്ലൂപ്പിക്കടവ് വിനോദസഞ്ചാരത്തിന്റെ വിസ്മയ ലോകമൊരുക്കുകയാണ്. ജലസാഹസിക ടൂറിസത്തിന്റെ ഭാഗമായി ഫ്ലോട്ടിംഗ് ഡൈനിംഗ് ആണ് പദ്ധതിയുടെ പ്രധാന ആകർഷണം. പുഴയിലൂടെ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്ക് ബോട്ടുകൾ, നാടൻ വള്ളം, കയാക്കിംഗ് സംവിധാനം എന്നിവ വഴി ഫ്ലോട്ടിംഗ് ഡൈനിംഗിൽ എത്താൻ സാധിക്കും. നടപ്പാതയും ഇരിപ്പിടങ്ങളും പുഴയുടെ മനോഹാരിത വീക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിൽ 2 ഡക്കും ഒരുക്കിയിട്ടുണ്ട്. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതിയും UDFും ആഹ്വാനം ചെയ്ത ദേവികുളം താലൂക്ക് ഹർത്താൽ ആരംഭിച്ചു. ദേശീയപാത സംരക്ഷണ സമിതി 3ാം മൈലിൽ നിന്ന് നേര്യമംഗലത്തേക്ക് മാർച്ച് നടത്തി. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. ഹർത്താൽ വിനോദസഞ്ചാര മേഖലയെയും സാരമായി ബാധിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകുന്നേരം 3:30 കെനിംഗ്ടണിലെ ഓവൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. പരമ്പരയിൽ 2-1 ഇംഗ്ലണ്ട് മുന്നിലാണ്. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ അണ്ടർ-19 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ടീമിനെ ആയുഷ് മാത്രേ നയിക്കും. വിഹാൻ മൽഹോത്രയാണ് വൈസ് ക്യാപ്റ്റൻ. 3 ഏകദിന മത്സരങ്ങളും 2 ചതുർദിന മത്സരങ്ങളും അടങ്ങിയതാണ് പര്യടനം. പ്രാദേശിക കരകൌശല വിദഗ്ധരെ ശാക്തീകരിക്കുന്നതിനും തദ്ദേശീയ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി തിരുവനന്തപുരത്ത് നടന്ന ഖാദി സംവാദ് പരിപാടിയിൽ കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാർ പങ്കെടുത്തു. 200-ലധികം കരകൌശല വിദഗ്ധരുമായും വിദ്യാർത്ഥികളുമായും കേരളത്തിലെ 15 ഖാദി സ്ഥാപനങ്ങളിൽ നിന്നുള്ള 50 പ്രതിനിധികളുമായും ചെയർമാൻ സംവദിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസസ് 70 പോയിന്റ് താഴ്ന്ന് 81,404-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 15 പോയിന്റ് നഷ്ടത്തിൽ 24,840-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 70,360 രൂപയും ഗ്രാമിന് 9,170 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് പൂർത്തിയാക്കും. നാളെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ശനിയാഴ്ച മുതൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ISROയുടെയും നാസയുടെയും പ്രഥമ സംയുക്ത ദൌത്യമായ NISR ഉപഗ്രഹ വിക്ഷേപണ ദൌത്യത്തെ അഭിനന്ദിച്ച് പാർലമെന്റ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖത്തിന്റെ സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയാകും. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാൻ BJP ആത്മാർത്ഥമായി ഇടപെടുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായി ഒരുങ്ങി മത്സ്യത്തൊഴിലാളികൾ.
പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 20ാമത് ഗഡു അടുത്ത മാസം 2-ന് വിതരണം ചെയ്യും. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിന് ഇന്ന് കെനിംഗ്ടണിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.